നാരായണേതി കല്യാണീ വാണീ യസ്യ മുഖാംബുജേ സധന്യാഃ പാവയത്യാന്യാൻ സ്വദൃഷ്ടിപദ ഗോചരാൻ. ഹരേ കൃഷ്ണ. ഹരേ ഗുരുവായൂരപ്പ ശരണം. എല്ലാവർക്കും പാർത്ഥസാരഥിയത്തിലേക്ക് സുസ്വാഗതം. നമ്മൾക്ക് നാമസങ്കീർത്തനത്തിൻ്റെ ആ മഹാത്മ്യത്തെക്കുറിച്ചുള്ള ഒരു കുഞ്ഞി കഥ കേട്ടാലോ? ഭൗതിക നാമരൂപങ്ങൾ മിഥ്യയും ആ ഭഗവാന്റെ നാമമാകട്ടെ സത്യവും നിത്യവുമാണ്. നാരായണ എന്ന വാക്കു തന്നെ പരമമംഗളമാണല്ലോ. അപ്പോൾ സദാ നാമം ജപിക്കുന്ന ആളുടെ ആ മുഖാരവിന്ദം എത്ര ആനന്ദപ്രദമാണ് അല്ലേ? ലോകത്തിൽ ഏതൊരു ഭക്തനാണോ ഉറക്കെ നാമസങ്കീർത്തനം ചൊല്ലുന്നത്, ആ ഭക്തൻ തന്നെയും തൻ്റെ ചുറ്റുപാടുമുള്ള സമസ്ത ജീവരാശികളുടെയും എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുന്നു. ആകാശത്തിൽ ആദിത്യൻ ഉദിക്കുമ്പോൾ വിളക്കില്ലെങ്കിലും ഇരുട്ട് നശിക്കുന്നു അല്ലേ? മൽഭക്തിയുക്തോ ഭുവനപ്പുനാദി എന്ന് ഭഗവാൻ ഉദ്ധവരോടായി പറഞ്ഞിട്ടുണ്ട്. മഹേന്ദ്രൻ എന്നു പേരായൊരു രാജാവിൻ്റെ കഥ കേൾക്കാം. മഹേന്ദ്രൻ എന്ന രാജാവിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു പ്രതാപചന്ദ്രൻ എന്നൊരാൾ. മിതഭാഷിയാണ് പ്രതാപചന്ദ്രൻ. എതിരാളികൾ കൂടി മിത്രങ്ങളാവും അദ്ദേഹത്തിൻ്റെ. കാരണം അദ്ദേഹം കലിസന്താനോപനിഷത്തിലെ ആ മഹാമന്ത്രമാണ് സദാ നേരവും ഉരുവിടുന്നത്. മന്ത്രിസഭയിൽ പോലും എന്താണ് അദ്ദേഹം ഉരുവിട്ടുകൊണ്ടിരിക്കുന്നതെന്ന് ആർക്കും തന്നെ മനസ്സിലാവുമായിരുന്നില്ല. പിന്നീട് അദ്ദേഹം പരിസരം പോലും മറന്ന് ജപിക്കുവാൻ തുടങ്ങി. അപ്പോഴാണ് എല്ലാവർക്കും ഇത് മന്ത്രജപമാണ് എന്ന് മനസ്സിലായത്. എന്നാൽ ഈ രാജാവിന് ഇതൊട്ടും തന്നെ രസിച്ചില്ല. പുണ്യമില്ലാത്തവർക്ക് ഇതൊന്നും തന്നെ രസിക്കില്ലല്ലോ. അശ്ലീലമായത് എത്ര വേണമെങ്കിലും കേട്ടിരിക്കും, എന്നാൽ നാമസങ്കീർത്തനം കേട്ടാൽ അസഹ്യമാവും. കുറേ കാലം ഇത് കേട്ടപ്പോൾ രാജാവിന് മനപരിവർത്തനം വരാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെയും ചുണ്ടുകൾ അനങ്ങിത്തുടങ്ങി. ഇതൊന്നും അറിഞ്ഞ ഭാവം മന്ത്രി നടിച്ചില്ല. നാമമഹിമ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതല്ലല്ലോ, അത് അനുഭവിച്ചു തന്നെ അറിയണം. മന്ത്രി രാജാവിനിത് മനസ്സിലാക്കി കൊടുക്കണേ എന്ന് ഭഗവാനോട് എന്നും പ്രാർത്ഥിക്കും. സന്തതി, സമ്പത്ത്, സൗന്ദര്യം, രാജാധിപത്യം, സ്ഥാനമാനങ്ങൾ ഇവ ആഗ്രഹിക്കുന്നവർ ആ ഒരു ആഗ്രഹത്തോടെയാണ് ജപിക്കുന്നത്. ഇതു കേട്ട രാജാവ് സദാ നാമം ജപിച്ചുകൊണ്ടേയിരുന്നു. ആ സമയത്താണ് അത് സംഭവിച്ചത്. ശത്രുക്കൾ ആ രാജ്യത്തെ ആക്രമിച്ചു. മന്ത്രിയാവട്ടെ സൈന്യത്തോടുകൂടി അവരെ തോൽപ്പിച്ചുവെങ്കിലും രാജ്യത്തിൻ്റെ കുറച്ചു ഭാഗം വിട്ടുകൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഈ രാജാവ് മന്ത്രിയോട് പറയുകയാണ്, നാമം ജപിച്ചാൽ എല്ലാം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നഷ്ടപ്പെടുകയല്ലേ ഉണ്ടായത്? രാജാവിൻ്റെ ഈ ചോദ്യത്തിന് വളരെ ക്ഷമയോടുകൂടി മന്ത്രി മറുപടി പറഞ്ഞു. രാജ്യം മുഴുവൻ നഷ്ടപ്പെട്ട് കഷ്ടപ്പെടേണ്ട ഒരു യോഗമുണ്ടായിരുന്നു അങ്ങേക്ക്. ആ തിരുനാമങ്ങൾ ജപിച്ചതുകൊണ്ടാണ് കുറച്ചു ഭാഗം മാത്രം നഷ്ടപ്പെട്ട് രക്ഷ കിട്ടിയത്. ഇതു കേട്ടപ്പോൾ രാജാവിന് സമാധാനമായി. അങ്ങനെയിരിക്കെ പിന്നീടൊരിക്കൽ ആ രാജ്യത്തിൻ്റെ ഭണ്ഡാരം തന്നെ കളവുപോയി. നിരാശനായി രാജാവ് മന്ത്രിയോടായി പരാതിപ്പെട്ടു. ഇതിലും കൂടുതൽ നഷ്ടപ്പെടേണ്ട സമയമായിരുന്നു പ്രഭോ, ഇതല്ലേ സംഭവിച്ചുള്ളൂ, അതും ഭഗവത് കൃപയാൽ. ഇപ്പോഴും രാജാവ് മന്ത്രിയുടെ ആ വാക്കുകൾ കേട്ട് സമാധാനിച്ചു. പക്ഷേ ആറ്റുനോറ്റുണ്ടായ ഉണ്ണി മരിച്ചു രാജാവിൻ്റെ. സഹിക്കാൻ പറ്റിയില്ല രാജാവിന്, പ്രാണസങ്കടം. അപ്പോൾ മന്ത്രി പറഞ്ഞു, ഉണ്ണി മരിച്ചത് യോഗഭ്രഷ്ടന്മാരായവർ സൽഗതിയെ പ്രാപിക്കുവാൻ വേണ്ടി പുണ്യഗ്രഹങ്ങളിൽ വന്ന് ജനിക്കുക പതിവുണ്ട് പ്രഭോ. അങ്ങനെ ഏതോ ഒരു സുഹൃദ്ധമായ ജീവൻ കർമ്മഫലത്തെ അനുഭവിക്കുന്നതിനു വേണ്ടി പിറന്ന് അപ്പോൾ തന്നെ പരമപദം പ്രാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങ് സങ്കടപ്പെടേണ്ട. ഭഗവാൻ ഭക്തന്മാർക്ക് നന്മയേ വരുത്തൂ, അങ്ങ് കാത്തിരിക്കുക. പക്ഷേ ഈ രാജാവിന് അതിലൊന്നും വിശ്വാസം വന്നില്ല. പറ്റിക്കാൻ മന്ത്രി പറയുകയാണെന്നാണ് രാജാവ് കരുതിയത്. അങ്ങനെയിരിക്കെ ഒരിക്കൽ രാജാവ് മന്ത്രിയോടുകൂടി ഒരു നായാട്ടിന് പോയി. കുതിരപ്പുറത്തായിരുന്നു യാത്ര. കുതിരയെ ഒരിടത്ത് നിർത്തി രാജാവും മന്ത്രിയും മാത്രം വേട്ടയാടി കാട്ടിനുള്ളിലേക്ക് കടന്നു.
അങ്ങനെ പക്ഷിമൃഗാദികളെ വേട്ടയാടി രാത്രിയായതറിഞ്ഞില്ല. അപ്പോഴാണ് മറ്റൊരു രാജാതിർത്തിയിൽ ചെന്ന് പെട്ടതും ഇവർക്ക് ക്ഷീണം കൊണ്ട് വിശ്രമിക്കുവാൻ വേണ്ടി മാവിൻ്റെ മുകളിൽ കയറി ആ ചില്ലകളിലായി അഭയം പ്രാപിക്കേണ്ടി വന്നത്. അപ്പോഴാണ് ഈ രാജാവ് പറഞ്ഞത് മന്ത്രിയോട് തനിക്ക് വിശക്കുന്നു എന്ന്. മന്ത്രിയാവട്ടെ ഒരു മാമ്പഴം പറിച്ചു കൊടുക്കുകയും ചെയ്തു രാജാവിന്. ആ മാമ്പഴം മുറിക്കുമ്പോൾ രാജാവിൻ്റെ വിരൽ നന്നായി മുറിയുകയും ചോര ധാരാളം പോവുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ മന്ത്രി തൻ്റെ ഉടുത്ത വസ്ത്രത്തിൽ നിന്നൊരു കഷ്ണം എടുത്ത് രാജാവിൻ്റെ കൈവിരലിൽ കെട്ടിക്കൊടുത്തു. എന്നിട്ട് ആനന്ദത്തോടു കൂടി പറഞ്ഞു മന്ത്രി, ശിരസ് പോകേണ്ടിടത്ത് വിരൽ തുമ്പല്ലേ മുറിഞ്ഞുള്ളൂ പ്രഭോ. ഇതും കൂടി കേട്ടതോടെ രാജാവിന് വല്ലാത്ത ദേഷ്യം വന്നു. സ്നേഹശൂന്യനായ നിന്നെ ഇനി എൻ്റെ കൺമുൻപിൽ പോലും കാണാൻ പാടില്ല. ഇപ്പോൾ തന്നെ പോകൂ നീ, ഇല്ലെങ്കിൽ ഈ വാളുകൊണ്ട് ഈ നിമിഷം ഞാൻ നിൻ്റെ ശിരസ് വെട്ടും. മന്ത്രി എല്ലാം ഭഗവാന്റെ കാരുണ്യം എന്ന് പറഞ്ഞുകൊണ്ട് അവിടം വിട്ടു. രാജാവ് മരത്തിൽ നിന്നിറങ്ങി തൻ്റെ രാജ്യത്തിലേക്ക് തിരിച്ചു പോകുവാൻ നിൽക്കുമ്പോഴാണ് കുറേ ആൾക്കാർ ചൂട്ടും കത്തിച്ചുകൊണ്ട് വരുന്നത് കണ്ടത്. വന്നപാടെ അവർ രാജാവിനെ പിടികൂടി. ലക്ഷണമൊത്ത ഒരാളിനെ തിരഞ്ഞു നടക്കുകയാണവർ. അടുത്ത രാജകൊട്ടാരത്തിൽ ഒരു ദുർമന്ത്രവാദിയുടെ പൂജ നടക്കുകയാണ്. അതിന് ബലി കൊടുക്കുവാനാണ് രാജാവിനെ അവർ കൊണ്ടുപോയത്. കൊണ്ടുപോയ ശേഷം മാന്ത്രികൻ അല്പം ജലമെടുത്ത് രാജാവിനെ തളിച്ചു. അപ്പോഴാണ് രാജാവിൻ്റെ കയ്യിലൊരു കെട്ടു കണ്ടത്, ഒപ്പം ചോരയും. ഉടനെ തന്നെ ഇദ്ദേഹത്തെ ബലി കൊടുക്കുവാൻ പറ്റില്ല, എവിടെ നിന്നാണോ ഈ രാജാവിനെ, ഇയാളെ അവർക്കറിയില്ലാലോ രാജാവാണെന്ന്, എവിടെ നിന്നാണോ ഇയാളെ കിട്ടിയത് അവിടെ തന്നെ കൊണ്ടുപോയി കളയൂ എന്ന് പൂജാരി പറഞ്ഞു. അങ്ങനെ ആ ആളുകൾ എവിടെ നിന്നാണോ രാജാവിനെ കിട്ടിയത് അവിടെ തന്നെ കൊണ്ടുവിട്ടു. അപ്പോഴാണ് രാജാവ് ചിന്തിച്ചത്, ഞാനെൻ്റെ സദ്ഗുരുവിനെ, തൻ്റെ മന്ത്രിയെ കൈവിടിഞ്ഞുവല്ലോ, കഷ്ടം തന്നെയാണ്, ഇനി എന്ത് ചെയ്യും എന്നെല്ലാം ആലോചിച്ച് അദ്ദേഹം പശ്ചാത്തപിച്ചു. എന്നിട്ട് തിരിഞ്ഞു നടന്നു. അങ്ങനെ ഒരു ആൽച്ചുവട്ടിലിരുന്ന് തിരുനാമങ്ങൾ ജപിക്കുന്ന, ആ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്ന തൻ്റെ ഗുരുവിനെ രാജാവ് കാണുകയുണ്ടായി. കണ്ട ആ നിമിഷം തന്നെ തൻ്റെ മന്ത്രിയുടെ കാൽക്കൽ വീണ് നമസ്കരിച്ചു രാജാവ്. എന്നിട്ട് തൻ്റെ എല്ലാ അപരാധങ്ങളും പൊറുക്കണേ എന്ന് അപേക്ഷിച്ചു മന്ത്രിയോട്. അപ്പോഴാണ് മന്ത്രി രാജാവിനോട് പറഞ്ഞത്, നമ്മെ രണ്ടുപേരെയും വേർപെടുത്തിയില്ല എങ്കിൽ അവരെന്നെയാവും കൊണ്ടുപോവുക അല്ലേ. നോക്കൂ, ഭഗവാൻ തൻ്റെ ഭക്തന്മാർക്കു വേണ്ടി ചെയ്യുന്നതെന്തും ചെയ്യിക്കുന്നതെന്തും ആ പരമമായ ശ്രേയസ്സിനു വേണ്ടിയാണ്. ആശ്രയിക്കുന്നവരെ ഭഗവാൻ ഒരിക്കലും തന്നെ കൈവിടില്ല. അതുകൊണ്ട് ഏത് പരിതസ്ഥിതിയിലും പതറാതെ ആ നാമം ജപിക്കുവാൻ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ നാമജപത്തിൽ ആറാടിക്കൊണ്ട് അവർ തിരികെ കൊട്ടാരത്തിലേക്ക് എത്തുകയും പിന്നീട് പരമഹംസന്മാരായി ജീവിച്ച് തങ്ങളുടെ ആ ശിഷ്ടകാലം ജീവിക്കുകയും ചെയ്തു അവർ. അപ്പോൾ നാമം ജപിക്കുക, ഭഗവാന്റെ ആ തിരുനാമങ്ങൾ ജപിക്കുക. നമ്മുടെ വിധിയെ പോലും മാറ്റാൻ സാധിക്കും ഈ നാമജപത്തിലൂടെ. ഹരേ ഗുരുവായൂരപ്പാ ശരണം.